നമ്മളെ കോഴിക്കോടിനെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയാണ്. ആ വാർത്തയിൽ പോകുമ്പോൾ അതിൻ്റെ സസ്പെൻസ് പറയാം. ഇന്നലെ വൈകിട്ട് മെനിഞ്ഞാന്ന് വൈകിട്ട് എൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ വിനോദ് സാർ വിളിക്കുന്നു, രാജേഷ് ഒരു പിറന്നാളിന് പങ്കെടുക്കണം, നമുക്ക് കത്ത് വന്നിട്ടുണ്ട്, ജീവനക്കാരോട് മുഴുവൻ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സാർ ഞങ്ങൾക്ക് മുഴുവൻ ആളുകൾ പോയി അവിടെ വാർത്തയുണ്ട്. അപ്പോൾ അത് ചിരിച്ചു. ഏതായാലും ഒരാളെ നിങ്ങൾ പറഞ്ഞേക്കണം, നമ്മളെ ചരിത്രകാരൻ ഡോക്ടർ MGSൻ്റെ 92ാം പിറന്നാളാണ് ചൊവ്വാഴ്ച. അപ്പോൾ അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ പ്രസൻസ് അവിടെ വേണം. കഴിയെങ്കിൽ രാജേഷ് ബാക്കിയുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മളെ പടയാളികളെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോകണമെന്ന്. പക്ഷെ നമ്മളിന്നലെ വാർത്തയുടെ തിരക്കിലായതുകൊണ്ട് നമുക്കാർക്കും പോകാം. പക്ഷെ നമ്മളൊരു മിടുക്കി അങ്ങോട്ട് പറഞ്ഞു വെച്ചു. നമ്മളെ അനശ്വര നമ്മളെ റിപ്പോർട്ടറാണ്, അവരവിടെ പോയി അവളെ ആ ഒരു ജന്മദിനത്തിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചു. അപ്പം വാർത്ത എങ്ങനെയാണ്? 92ാം ജന്മദിനം ആഘോഷിക്കുന്ന ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന് നാടിൻ്റെ സ്നേഹാദരം. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റിയും മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ എത്തിയവർ MGSന് സ്നേഹപ്പൂക്കൾ കൈമാറി. ആ ദൃശ്യം വിത്ത് ഓഡിയോ അർജുൻ. തീർച്ചയായും. അപ്പം പിന്നെ നിങ്ങൾ കണ്ടല്ലോ MGSനോടുള്ള സ്നേഹം. അപ്പോൾ അവർ വന്ന ആളുകൾ സ്നേഹപ്പൂക്കൾ കൈമാറി, ആശംസയുടെ സ്നേഹപ്പൂക്കൾ കൈമാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര വഴികൾ മുതൽ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന് വേണ്ടി നയിച്ച പോരാട്ടങ്ങൾ വരെ സദസ്സിൽ എല്ലാവരും ഓർത്തു. MGSും ഭാര്യ പ്രേമലതയും ചേർന്ന് കേക്ക് മുറിച്ച് കോഴിക്കോട് നമ്മളെ പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് MGSന് കേക്ക് നൽകി ആദരിക്കൽ ചടങ്ങിന് തുടക്കമിട്ടു. ഇതിലൊക്കെ പിന്നെ അതിൽ നമ്മളെ തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് പറഞ്ഞൊരു ഒരു കൗണ്ടർ മാത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആശംസയാണ്. 100 വർഷം ഇനിയും MGS ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ചിരിയിൽ സദസ്സിൻ്റെ ഒരു ചിരി വന്നു. ആ ചിരിയിൽ MGS കൂടി പങ്കുചേർന്നു എന്നൊക്കെയുള്ള ആ കൗതുകം നിറഞ്ഞ ഈ പിറന്നാളുടെ മറ്റ് വിശേഷങ്ങൾ അടുത്ത ബുള്ളറ്റിൽ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിൽ എത്തും. അപ്പോൾ ഞാനൊരു ഇടവേളയിലേക്ക് പോണു. MGSൻ്റെ പിറന്നാളിന് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂവിൽ നമ്മളെ കേരള വിഷൻ്റെ കോഴിക്കോട് വിഷൻ ഇൻ്റർവ്യൂവിലൊക്കെ ഒരുപാട് പങ്കെടുത്ത വളരെ നല്ല ഒരു ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. കാരണം പകരം വെക്കാനില്ലാത്ത ചരിത്രകാരൻ അങ്ങനെയൊക്കെയാണ് പറയുക. നമ്മളൊരു ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. രാജേഷ്, എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നതെന്ന് അറിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ വേറൊരു ചോദിച്ച മറുപടി, അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, അതറിയില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പണ്ട് തൊട്ടേ അവരുടെ സംസ്കാരം അങ്ങനെയാണ്. കാരണം പിന്നെ ഒരു തെയ്യം ഇതൊക്കെ പറഞ്ഞ തെയ്യം തിറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ശബ്ദം മറ്റുള്ള ഒരു പ്രത്യേക ഒരു സംസ്കാരമാണ്. അത് ഒരു പ്രതിഷേധ സ്വരം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ മനസ്സ് പാകപ്പെട്ടതാണ്. പണ്ട് ചേകവന്മാർക്ക് വേണ്ടിയിട്ട് പിന്നെ ശരിക്കും നമ്മൾ ചാവേറുകൾ തമ്മിൽ വെട്ടിമരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ആളുകൾ പ്രവർത്തകർ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത് അവർ വെട്ടിമരിക്കുന്നു എന്ന് മാത്രമാണ് MGS അതിനെ വളരെ സരസമായിട്ട് സൂചിപ്പിച്ചത്. അതായത് അദ്ദേഹത്തിന് ഈ അവസരം ഞാൻ ഓർക്കുകയാണ്. MGSന് കോഴിക്കോട് വിഷൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു.